ഇപ്പോൾ ചെയ്തിരിക്കുന്നൊരു കാര്യം ഏറ്റവും ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിയാണ്. ഏതാണ്ട് 530 കോടി രൂപ ഇവിടുത്തെ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ 530 കോടി രൂപ വായ്പ അനുവദിക്കാം. ആ വായ്പ പ്രത്യേക വായ്പയല്ല, കേരളത്തിന് നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉള്ള വായ്പാ പദ്ധതിയുണ്ട്. കേരളത്തിൻ്റെ നിക്ഷേപ രംഗത്ത് ഉപയോഗപ്പെടുത്തേണ്ട വായ്പ അത് 182 കോടി വരും. ആ നിക്ഷേപ വായ്പാ പദ്ധതിയിൽ നിന്ന് 530 കോടി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വയനാടിലെ ദുരന്ത നിവാരണത്തിന് വേണ്ടി വായ്പയായിട്ട് അനുവദിക്കാം. ആ വായ്പയായിട്ട് അനുവദിക്കണമെങ്കിൽ വെച്ചിരിക്കുന്ന കണ്ടീഷൻ കേരളത്തെ മാത്രമല്ല എല്ലാ ജനങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതായത് 45 ദിവസം കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കി അതിൻ്റെ ബൗച്ചർ, അതിൻ്റെ കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചാൽ ആ പണം വായ്പയായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് വായ്പയായി അനുവദിക്കാം. ഇത്രയും ബാലിശമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിന് ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കും? കേരള 530 കോടി രൂപ 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ഇതെന്താണ്, ഒരു കണക്ക് കൊടുത്ത് വാങ്ങേണ്ടതാണോ? രണ്ട് ഗവൺമെൻറ്റുകളല്ലേ, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്, ഒരു ഫെഡറൽ രാഷ്ട്രമല്ല ഇന്ത്യ. പരസ്പര വിശ്വാസവും സഹായങ്ങളും വേണ്ടേ? ആ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ എന്തെങ്കിലും ഒരു മാന്യത കാത്തു സൂക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായോ? തയ്യാറായില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഞങ്ങൾ സഹായിച്ചു എന്ന് വരുത്തി പ്രചരണം നടത്താനുള്ള, ഫലത്തിൽ ഒരു സഹായവും നൽകാതിരിക്കാനുള്ള ഏറ്റവും നീചമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചത്. മനുഷ്യനെ വേദനിപ്പിച്ച് ആ വേദനയിൽ നിന്നും സന്തോഷം കൊണ്ടെത്തുന്ന ഒരു പാർട്ടിയായി BJP ഇന്ത്യയിൽ അധപ്പതിച്ചിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണമാണ് കേന്ദ്രമന്ത്രിമാരിലൂടെ പുറത്തു വന്നത്. കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു BJP-കാരൻ, ഒരു BJP നേതാവിന് ഈ നിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവഗണന, ഈ ക്രൂരമായ ഇത്തരം നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടതുപോലെ പാക്കേജ് നൽകി ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഈ നിലപാടിലൂടെ ഇപ്പോൾ കേരളത്തിലൊരു പുതിയ ഐക്യം തന്നെ വളർന്നു വന്നിട്ടുണ്ട്, ജനകീയ ഐക്യം. ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് അങ്ങേയറ്റ ആദരവ് കാണിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ക്രൂരതയും പൈശാചികവുമായ നടപടി കേരള സമൂഹത്തിൽ വലിയ തരത്തിൽ BJP വിരുദ്ധ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ്സിന് BJP-യെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയും കേരളത്തിന് സഹായം ലഭിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ എതിർത്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ UDF സന്നദ്ധമായിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം, കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സഹായങ്ങൾ നൽകണം, ദുരന്ത നിവാരണത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകണം. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് മാത്രമല്ല, മറ്റ് പാർട്ടികളിലും പുതിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കേരള സമൂഹത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചില പ്രസ്താവനകളുമായി പല നേതാക്കൾക്കും രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില പ്രസ്താവനകൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കേരളം വ്യാവസായിക രംഗത്ത് അതിവേഗം വളരുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ വ്യവസായ മന്ത്രിയായിരുന്നു കേരളത്തിൽ. ഞാൻ വ്യവസായ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോകം അംഗീകരിച്ച ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് അതിവേഗത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ, നിക്ഷേപകർക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തി
സംരംഭകർക്ക്, നിക്ഷേപകർക്ക് വളരെ വേഗത്തിൽ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് രൂപം കൊടുത്തു. ഇവിടെ അപേക്ഷ കൊടുത്ത് കാത്തിരുന്ന് മനം മടുത്തുകൊണ്ടിരുന്ന പലരുമുണ്ടായിരുന്നു. അത്തരം ആളുകൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി സംരംഭകൻ, നിക്ഷേപകൻ വന്ന് ഒരു പ്രോജക്റ്റ് കൊടുത്ത് അനുവാദത്തിന് ചോദിച്ചാൽ 15 ദിവസത്തിനകം അതിന് അനുവാദം കൊടുത്തിരിക്കണം. അത് അനുവാദം കൊടുത്തില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ ഡീംഡ് ലൈസൻസായി അവർക്ക് ഒരു അനുവാദവും ഇല്ലാതെ തുടങ്ങാം. ഇത്തരത്തിലുള്ള നിലപാടുകളും നിയമങ്ങളും സൃഷ്ടിച്ച് കേരളത്തെ അതിവേഗത്തിൽ വികസിപ്പിച്ചെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നു.